കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളാണ് ഇന്ന് ധ്യാനിക്കുന്നത്. 1 Corinthians chapter 10 verse 12 13 രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ധന്യനായ പൗലോസ്ലീഹ കൊരിന്തിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ കൊരിന്തിലെ സഭയോട് മരുഭൂമിയിലെ സഭയിൽ സംഭവിച്ച ചില കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ വരവ് നോക്കി പാർക്കുന്ന ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത കൊരിന്ത്യ സഭ ശ്രദ്ധിക്കേണ്ട ഒരു സന്ദേശമാണ് ഈ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് കുറിച്ചിരിക്കുന്നത്. കൊരിന്തിലെ സഭയോട് പറഞ്ഞ ദൂത് നമ്മളോടുള്ള ദൂതായി നമുക്കിന്നൊന്ന് ഏറ്റെടുത്ത് വേണം ഈ വിഷയത്തിന് സ്തോത്രം ചെയ്യാൻ. പൗലോസ്ലീഹ പറയുകയാണ്, ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ഈ ബൈബിൾ പഠിക്കുമ്പം ഒരിക്കലും ഒരു മനുഷ്യൻ സ്വയം നിൽക്കുകയല്ല, ദൈവം അവനെ നിർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ നമ്മുടെ ശരീരത്തെ തന്നെ നമ്മൾ നോക്കിയാൽ, ഹല്ലേലൂയ, നമ്മൾ എടുക്കുന്ന ഒരു സ്റ്റെപ്പ് പാളിയാൽ നമ്മൾ താഴെ വീഴും. ഒരു ബിസിനസ്സുകാരനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അവൻ എടുക്കുന്ന ഒരു സ്റ്റെപ്പ് പാളിയാൽ അവൻ പരാജയപ്പെടും. ഒരിക്കലും ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുവാനിടയായി. ആ പെൺകുട്ടിയെ പരിചയപ്പെട്ട സമയത്ത് ആ പെൺകുട്ടിയുടെ മുഖമെല്ലാം ഒരു സൈഡ് മുഴുവൻ വേറൊരു കളർ. ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു, ഞാൻ ഭയങ്കര സുന്ദരിയായ ഒരു മകളായിരുന്നു, പക്ഷെ ലാബിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കയ്യബദ്ധം പറ്റി. ഞാൻ എടുത്തിരുന്ന ഒരു ആസിഡ് രൂപത്തിലുള്ളൊരു സാധനം നിലത്ത് വീണു. അത് എടുക്കാനായിട്ട് ഞാൻ കുനിഞ്ഞപ്പോൾ അടുത്തതും താഴെ വീണു. താഴെ വീണിട്ട് തെറിച്ചെൻ്റെ മുഖത്ത് വീണു. അത്രയുടെ പൊള്ളിപ്പോയി. വേറൊരു കളറായിപ്പോയി. സ്തോത്രം. പിന്നെ പ്ലാസ്റ്റിക് സർജറിയൊക്കെ ചെയ്ത് കുറച്ചൊക്കെ മാറ്റി, എന്നാലും ഒറ്റ നോട്ടത്തിൽ അറിയാം. അപ്പം ആ പുള്ളിക്കാരത്തി എന്നോടൊരു കാര്യം പറഞ്ഞു, പാസ്റ്ററെ, നമ്മൾ എത്ര സുന്ദരിയായിട്ട് ജനിച്ചാലും സുന്ദരനായിട്ട് ജനിച്ചാലും ദൈവം നമ്മളെ സൂക്ഷിക്കുന്നില്ലെങ്കിൽ നമ്മളെപ്പോൾ വേണമെങ്കിലും തകർന്നു പോകാം. ഇവിടെ ദൈവസഭ ഒരു കാര്യം തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം. ഈ ഭാഗം ഒന്ന് പഠിക്കണമെങ്കിൽ മുമ്പിലുള്ള ഭാഗങ്ങൾ പഠിക്കണം. ഇവിടെ ഇരിക്കുന്നവർ ഇന്ന് ഏറ്റവും കൂടുതൽ സ്തോത്രം പറയുന്ന ദിവസമായിരിക്കും. കാരണം നീ നിൽക്കുകയല്ല, ഒരാൾ നിന്നെ നിർത്തിയിരിക്കുക. മനസ്സിലാകുന്നവരെ സ്തോത്രം ചെയ്യാവൂ.